പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളില് വളരെ ആഴത്തിലുള്ള, ചിലപ്പോൾ നമ്മെ ശരിക്കും ഞെട്ടിക്കുന്ന ചില കൽപ്പനകളുണ്ട്. അതിലൊന്നിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വിശകലനം നമ്മോട് സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ കഠിനമെന്ന് തോന്നുന്ന ആ കൽപ്പനയുടെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് നമുക്കൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. കൊലോസ്യർ 3:5 ഈ വാക്യം ശ്രദ്ധിക്കുക. നിഗ്രഹിപ്പിൻ അഥവാ കൊല്ലുക എന്ന ഈ കൽപ്പന കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അക്രമം തോന്നുന്നില്ലേ? ആധുനിക കാലത്ത് ജീവിക്കുന്ന നമ്മുടെ കാതുകളിൽ ഇത് വളരെ കടുത്ത ഒന്നായി തോന്നിയേക്കാം. എന്തിനാണ് ഒരു ആത്മീയ ഗ്രന്ഥത്തിൽ ഇത്രയും തീവ്രമായൊരു വാക്കുപയോഗിച്ചിരിക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് അഴിച്ചുനോക്കാം. ഇന്നത്തെ പഠനത്തിൽ നാം പ്രധാനമായും നോക്കുന്നത് ഈ 6 കാര്യങ്ങളാണ്. വധിക്കാനുള്ള കൽപ്പനയുടെ അർത്ഥം, ഭൗതികവും ആത്മീയവുമായ മരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഭൗമിക മോഹങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുന്ന രീതി, മുൻകാല ചരിത്രത്തിൽ നിന്നുള്ള ചില മുന്നറിയിപ്പുകൾ, പിന്നെ ഇതിന്റെയൊക്കെ അന്തിമഫലം. വളരെ ലളിതമായൊരു യാത്രയായിരിക്കും ഇത്. അപ്പോൾ 1-ാം ഭാഗം, വധിക്കാനുള്ള കൽപ്പന. എന്താണ് ശരിക്കും നശിപ്പിക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മൂലഭാഷയിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വെറുതെ അവഗണിക്കുക എന്നല്ല കേട്ടോ, വേരോടെ പിഴുതെറിയുക അല്ലെങ്കിൽ പൂർണ്ണമായും നശിപ്പിക്കുക എന്നാണ്. പുരാതന ഇസ്രായേലിയരുടെ ചിന്താഗതി വെച്ച് നോക്കിയാൽ ഒരു ശത്രുവിനെ അല്ലെങ്കിൽ ഒരു ഭീഷണിയെ അത് പിന്നീട് ഒരിക്കലും തല പൊക്കാത്ത വിധം ഇല്ലാതാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തലയിലെ പെയിൻ ശല്യം പോലെയാണ് പാപം. ഒരെണ്ണം ബാക്കിയുണ്ടെങ്കിൽ പോരെ അത് വീണ്ടും പെരുകാൻ. അതേ മനോഭാവത്തോടെ പാപത്തെ സമീപിക്കാനാണ് പൗലോസ് നമ്മോട് പറയുന്നത്. 2-ാം ഭാഗം, ഭൗതിക മരണവും ആത്മീയ മരണവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ വളരെ രസകരമായ ഒരു വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ, അതായത് മോശയുടെ നിയമപ്രകാരം, തെറ്റു ചെയ്യുന്നവർക്ക് അക്ഷരാർത്ഥത്തിൽ മരണശിക്ഷ തന്നെയായിരുന്നു. എന്തിനാണെന്നോ, ആ ഭൗതിക സമൂഹത്തെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവും പൗലോസും ഇതിനെ വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ ആശയമാക്കി മാറ്റുന്നു. നമ്മൾ മറ്റാരെയുമല്ല കൊല്ലേണ്ടത്, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഈഗോയെയാണ്, ആ അഹങ്കാരത്തെയും മോഹങ്ങളെയുമാണ്. നമ്മുടെ സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കാനാണ് ഈ ആത്മീയ മരണം. ഇനി 3-ാം ഭാഗം, നശിപ്പിക്കേണ്ട ആ ഭൗമിക മോഹങ്ങളെ നമുക്കൊന്ന് തിരിച്ചറിയാം. നമ്മൾ നശിപ്പിക്കണമെന്ന് ബൈബിൾ കൃത്യമായി ആവശ്യപ്പെടുന്ന ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, അവിഹിതരാഗം, ദുർമോഹം, പിന്നെ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, അഹങ്കാരം. കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇവയെല്ലാം നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ? ആത്മീയ ജീവിതത്തോട് സദാ യുദ്ധം ചെയ്യുന്ന, ഈ ലോകത്തോട് നമ്മെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണിവ. ഈ ശത്രുക്കളെയാണ് നാം വേരോടെ പിഴുതെറിയേണ്ടത്. പൗലോസ് ഇതിനെയൊക്കെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നതെന്നറിയാമോ? വെറും ചവറിനോട്. അതെ, മാലിന്യം. ക്രിസ്തുവിനെ അറിയുക എന്ന വലിയ ലക്ഷ്യത്തിനു മുന്നിൽ ഈ ലോകത്തിലെ വ്യക്തിപരമായ പ്രതാപവും നേട്ടങ്ങളുമെല്ലാം വെറും ചവറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വന്തം ഇഷ്ടങ്ങളെയും താൽപ്പര്യങ്ങളെയും ഇതേപോലെ വെറും ചവറായി കാണാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന ആത്മീയ മരണം നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രായോഗികമാക്കാൻ കഴിയും. 4-ാം ഭാഗം, ഇതിനുള്ള രീതി. അതായത് ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുക എന്നത്. അപ്പോ ഇതൊക്കെ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാം? മത്തായി 16:24 പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യപടി, നിങ്ങളെ തന്നെ പൂർണ്ണമായി ത്യജിക്കുക. 2-ാമത്തേത്, ദിവസേന നിങ്ങളുടെ ക്രൂശ് എടുക്കുക. 3-ാമതായി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ 1-ാം സ്ഥാനം നൽകുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുമ്പോൾ സ്വാഭാവികമായും മറ്റെല്ലാ മോഹങ്ങളും 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. അവയ്ക്കുള്ള ശ്രദ്ധ കുറയുമ്പോൾ പതുക്കെ പതുക്കെ അവ പട്ടിണി കിടന്നില്ലാതാകും. അതാണിതിന്റെ തന്ത്രം. 5-ാം ഭാഗം, ബൈബിളിലെ രാജാക്കന്മാരിൽ നിന്നുള്ള ചില ഗൗരവമായ മുന്നറിയിപ്പുകൾ. നമ്മുടെ ഈ ലോകമോഹങ്ങളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പഴയ നിയമത്തിലെ ചില വലിയ വ്യക്തികളുടെ ജീവിതം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. ശലോമോൻ രാജാവിനെ നോക്കൂ, എത്ര സമ്പന്നനായിരുന്നു, പക്ഷെ തന്റെ കണ്ണുകൾ ആഗ്രഹിച്ച എല്ലാ മോഹങ്ങൾക്കും അദ്ദേഹം വഴങ്ങി. ദാവീദോ ദൈവത്തെക്കാൾ ഉപരിയായി ഒരു നിമിഷത്തെ ജഡികമോഹത്തിന് 1-ാം സ്ഥാനം കൊടുത്തു. ഇനി ശിംശോന്റെ കാര്യം പറയകേ വേണ്ട. തന്റെ ആത്മീയ ശക്തിയുടെ രഹസ്യം തന്നെ ഭൗമികമായ പ്രണയത്തിനു മുന്നിൽ അദ്ദേഹം അടിയറവ് വെച്ചു. ഇതിന്റെയൊക്കെ ദാരുണമായ ഫലം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് അവരുടെ ആ അപാരമായ ആത്മീയ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മുടിമുറിക്കപ്പെട്ട ശിംശോനെപ്പോലെ വെറും സാധാരണ മനുഷ്യരായി അവർ മാറിപ്പോയി. നോക്കൂ, മോഹങ്ങളെ നിഗ്രഹിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ആത്മീയ ശക്തി അപ്പാടെ ചോർത്തിക്കളയും എന്നതാണ് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഇനി അവസാനമായി 6-ാം ഭാഗം, അന്തിമഫലം. റോമർ 8:13, 1 കൊരിന്ത്യർ 6:10
എന്നീ വാക്യങ്ങൾ നൽകുന്ന വളരെ ഗൗരവമേറിയ ഒരു അന്തിമ നിഗമനമുണ്ട്. അത് നമ്മുടെ മുൻഗണനകളെക്കുറിച്ചാണ്. ഭൗമിക മോഹങ്ങൾക്കാണ് നാം ഒന്നാം സ്ഥാനം നൽകുന്നതെങ്കിൽ ഉറപ്പായും അത് ആത്മീയ മരണത്തിലേക്കും ദൈവരാജ്യത്തിലെ അവകാശം നഷ്ടപ്പെടുന്നതിലേക്കും നയിക്കും. ഒരു സംശയവുമില്ല. എന്നാൽ ദൈവത്തിനാണ് നാം ഒന്നാം സ്ഥാനം നൽകുന്നതെങ്കിലോ ആ ലോകമോഹങ്ങളെല്ലാം തനിയെ ഇല്ലാതാവുകയും നമ്മുടെ ആത്മീയ ജീവിതം വളരെ മനോഹരമായി തഴച്ചു വളരുകയും ചെയ്യും. ഭൗമിക പ്രകൃതത്തെ നാം നശിപ്പിച്ചില്ലെങ്കിൽ അത് ക്രമേണ നമ്മെ നശിപ്പിക്കും എന്ന് ചുരുക്കം. അപ്പോ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോ നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ ആർക്കാണ് ഒന്നാം സ്ഥാനം നൽകാൻ പോകുന്നത്? നിങ്ങളുടെ സ്വന്തം മോഹങ്ങൾക്കോ അതോ ദൈവത്തിനോ? ഈ അറിവുകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മീയ മുൻഗണനകളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. മറ്റൊരു മികച്ച വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.